നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വെള്ളം ഒഴിക്കണോ? കുടല് വാടിപ്പോവും. മോനെ അരവിന്ദ, ആ ബാലമാഷിന് ആരും കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കുഞ്ഞുമോളെ കല്യാണം കഴിക്കാൻ പോയപ്പോ ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാക്കി. ആണോ? അയ്യോ, കല്യാണം ഒന്ന് കേട്ടാ അയാൾക്ക് ചതുർത്ഥിയാടാ. കറക്റ്റാ. എന്റെ മോളുടെ കല്യാണക്കാരെത്തി ഞാൻ തോറ്റു. പക്ഷേ നിന്റെ കല്യാണക്കാരത്തി ഞാൻ തോക്കത്തില്ല. നിന്നെ തോക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തൂല്ല. ആ മോഷിനെ ഞാൻ നോക്കിക്കോളാം. അടി അടിച്ചോണ്ടിരിക്കയല്ലേ? ആടിയല്ല, അടി, ഹൈഫൈ. അത് ഇനി അടിച്ചോ. ചേട്ടാ, എന്തിനാ ഇപ്പൊ ടെൻഷൻ? അരവിന്ദേട്ടന്റെയും ശ്രേയുടെയും കല്യാണത്തിന് ബാലമാമൻ സമ്മതിച്ചപ്പോ നമുക്ക് രണ്ടുപേർക്കും ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം ബാലമാമന്റെ കൃത്യമായ പ്ലാനിങ് ആയിരുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ? ബാലമാമനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലാനിങ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ മാമനല്ലേ. അതാലോചിച്ച് സന്തോഷിക്കേണ്ട സമയത്ത് അക്കുച്ചേട്ടൻ എന്താ ദേഷ്യത്തിലിരിക്കുന്നേ? വേറെന്ത് ചെയ്യാനാ ഞാൻ? അരവിന്ദിന്റെ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കാത്തതിന് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം എന്റെ മനസ്സിൽ കിടന്ന് നീറുവാ. എന്ത് കാര്യം? രജിസ്റ്റർ ഓഫീസിൽ തിരിച്ചു വരുന്ന വഴി നീ വഴിയിൽ ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞേ? അമൃതേച്ചിയെ കാണാൻ പോകുന്നല്ലേ? എന്തിനാ എന്നോട് നുണ പറഞ്ഞ് ശ്രേയുടെ വീട്ടിലേക്ക് പോയത്? അവിടെ എന്താ ഉണ്ടായത്? ശ്രേയുടെ വീട്ടിൽ വെച്ച് അമ്മ നിന്റെ മുടിയിൽ പിടിച്ച് വലിച്ച് പുറത്താക്കിയില്ലേ? നീ എന്താ അതെന്നോട് പറയായിരുന്നേ? എന്തിനാ എന്നോട് പറയാതെ മറച്ചു വെച്ചത്? പറ കകുതി. ഇപ്പൊ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞ് ഇനിയും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകണോ? അമ്മ നിന്നെ അപമാനിച്ചതറിഞ്ഞ് ഞാൻ മൂങ്ങയെ പോലെ ഇരിക്കണമെന്നാണോ? എന്നെ അപമാനിച്ചതും ഇറക്കി വിട്ടതും വേറെ ആരും അല്ലല്ലോ, എന്റെ അമ്മായിയല്ലേ. ഞാൻ ശ്രേയുടെ അമ്മയോട് സംസാരിച്ചു തന്നു. എന്നാൽ അമ്മായി മനസ്സിലാക്കിയത് മറ്റൊന്ന്. അതുകൊണ്ട് അമ്മായി ദേഷ്യപ്പെട്ടത്. നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ? കല്യാണം എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താനായിട്ട് പോയതാ. അതിന് എന്നോട് പറയാതെ പോയെന്തിനാ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ. അക്കുച്ചേട്ടൻ വന്നിരുന്നെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളായേനെ. അതുകൊണ്ടാ ഞാൻ പറയാതെ പോയത്. സോറി. ഇനി അക്കുച്ചേട്ടനോട് പറയാതെ ഞാൻ എങ്ങും പോവില്ല. പിണങ്ങാതെ. പിണങ്ങല്ലേ അക്കുച്ചേട്ടാ? ഇപ്പൊ ദേഷ്യം കുറഞ്ഞോ? കുറഞ്ഞു. സമാധാനായി. ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുത്. അത് ബാലമാമൻ അരവിന്ദേട്ടനും ശ്രേയ്ക്കും തടയിട്ടില്ലേ? അച്ഛൻ ഇങ്ങനെ ഒരു ടിസ്റ്റുമായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ കകുതി, മുഖം മാറിയല്ലോ? ബാലമാമന്റെ ട്വിസ്റ്റിൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും മനസ്സിൽ എവിടെയോ ഒരു പേടി പോലെ. എന്തിന്? അരവിന്ദേട്ടനും അമ്മായിയും
ബാലമാമനോട് ഭയങ്കര ദേഷ്യത്തിലാ. അതിന് പകരം വീട്ടാൻ എന്തും ചെയ്യും. മാമനെ അപമാനിക്കാൻ നോക്കും. അതിന് ഏതറ്റം വരെ അവര് പോവും. അമ്മായി ശപഥം ചെയ്ത പോലെ അരവിന്ദേട്ടന്റെയും ശ്രേയയുടെയും കല്യാണത്തിന് ബാലമാമനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പുതിയ പ്ലാനിങ്ങുമായിട്ട് എത്താൻ സാധ്യതയുണ്ട്. ബാലമാമന് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്നൊരു പേടി. സൂക്ഷിക്കണം ചേട്ടാ. ദേ, നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അച്ഛനൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ഈ കല്യാണം നടക്കുന്നത് അരവിന്ദനും ഈ കുടുംബത്തിനും നല്ലതല്ല. അതുകൊണ്ടല്ലേ നമ്മൾ എതിർത്തത്. അച്ഛൻ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചല്ലോ. ഇപ്പോ ശ്രേയയും അരവിന്ദനെ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കൊച്ചേട്ടാ. ശ്രേയ ഒരിക്കലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല. ഏതെങ്കിലും വഴിക്ക് ഈ കല്യാണം നടത്താനേ നോക്കൂ. ഒരുപക്ഷെ ശ്രേയ അങ്ങനെ ചിന്തിച്ചാലും അമ്മായി അരവിന്ദേട്ടനും ശ്രേയയുടെ മനസ്സ് മാറ്റും. അമ്മായി ശപഥം ചെയ്തല്ലേ, നമ്മൾ സൂക്ഷിക്കണം. മോള് അപ്പോഴേ പറഞ്ഞതാ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന്. ആ സമയത്ത് ഞാൻ അയാളെ എന്റെ ഭർത്താവിനെ വിശ്വസിച്ചു. അത് വിടാൻറ്റി, നടന്നത് നടന്നു. ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇമോഷണലായിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ നടക്കുന്നതിന് മുമ്പേ ചിന്തിക്കണമായിരുന്നു. എന്നോടും എന്റെ മോനോടും അയാളെ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് വിചാരിച്ചില്ല ഞാൻ. അതാലോചിക്കുമ്പോ എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇത്രയും നാളും അയാളുടെ കൂടെ ജീവിച്ചിട്ടും ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ലല്ലോ മോളെ. എന്റെ മോൻ എന്നോട് സംശയം പറഞ്ഞതാ അയാള് വാക്കു മാറ്റുമെന്ന്. അത് മനസ്സിലാക്കാതെ ഞാൻ അവനെ നിർബന്ധിച്ച് എല്ലാ പത്രത്തിലും ഒപ്പിടിപ്പിച്ചത്. ഇനി എന്ത് ചെയ്യും മോളെ? എനിക്കൊന്നും അറിയില്ല. എന്ത് ചെയ്യണോന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതെ, എന്തെങ്കിലും ചെയ്യണം. എന്റെ മോന്റെയും ശ്രേയമുടെയും കല്യാണം നടക്കണം. മോളെ, അയാളെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ച് മുന്നിൽ നിന്ന് നടത്തുന്ന നിലയിലേക്ക് എത്തിക്കണം. താലികെട്ട് കഴിഞ്ഞ് അയാളുടെ കാലിൽ വീണ് നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹം വാങ്ങുമ്പോ തലയിൽ കൈവച്ച് അയാൾ ആശീർവദിക്കണം. ഇപ്പോഴേ നമ്മൾ അതിനുള്ള പ്ലാനിങ് തുടങ്ങണം മോളെ. മോളെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോടും കൂടി പറയേ.